ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ ഗുരുഭ്യോ നമ. വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട്. ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ, ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയുമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണമുര ചെയ്തു. അധ്യായം 22. ബുദ്ധിമാനായ കിരാതൻ മുനിയോടു ബദ്ധകൗതൂഹല ചോദിച്ചു പിന്നെയും, സർവേശ്വരനായ നാഥനല്ലോ പുരം സർവജനത്തെയും സൃഷ്ടിച്ചതും വിഭോ. സർവധീശീലകർമ്മങ്ങൾ ബഹുവിധം സർവപുണ്യൗഘമിശ്രപ്രദമെന്തഹോ. ഏകസ്വരൂപമല്ലാത്തതിൻ കാരണം ലോകോപകാരമായി ചൊല്ലേണമാശു നീ എന്നതു കേട്ടു ശംഖനരുൾ ചെയ്തിതു. പിന്നെയും നന്നായി ശ്രവിക്ക മഹാമതേ. 3 വിധമെടോ ജീവങ്ങൾക്കൊക്കെയും ധന്യമതേ രജസ്തത്വമോ ഗുണാൽ. സാത്വികമായുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു സത്വഗുണത്തോട് യുക്തമാകും ജനം. അന്യഗുണം രണ്ടുമേവം പ്രവൃത്തികൾ പിന്നെ ചിലർ ഗുണവൈഷമ്യ സംവൃതവും. ഉണ്ടാമതിനാൽ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ടു ഫലങ്ങൾ പലതരമായി വന്നു. ദുഃഖം ചിലർക്കു സുഖം ചിലർക്കിങ്ങനെ ദുഃഖസുഖങ്ങളൊരുവനു സംയുതം. ഭേദം ഗുണങ്ങൾ വൈഷമ്യം ഭവിക്കുന്നിതാദിയിലില്ല വിഷമത പാർക്കെടോ. ജീവങ്ങൾ ബദ്ധരായിടും പ്രകൃതിയിൽ കേവലം 3 ഗുണങ്ങളാലും ദൃഢം. തൽഗുണകർമാനുരൂപേണ കർമ്മണാം സൽഗുണവംശം പ്രകൃതിയെ പ്രാപിക്കും. താമസവൃത്തിക്കു ലോകവിദ്വേഷികൾ ഭീമരക്ഷാദി പൈശാചസ്വഭാവികൾ. രാജസാൽ പുണ്യപാപം ബഹുമിശ്രമായി ഭോഗവും പുണ്യേന സ്വർഗവും പ്രാപിക്കും. പാപേന യാതന ദുഃഖവും മേൽക്കുമേൽ പ്രാപ്തമാം പിന്നെയും പിന്നെയുമിങ്ങനെ. ശ്രദ്ധതയാ ധർമ്മനിരന്നസൂയകൾ സാത്വകവൃത്തികളേവം ധരിക്ക നീ. സാത്വികന്മാർക്കു മഹാവിഷ്ണു തൻ ലോകപ്രാപ്തിയും സിദ്ധിക്കുമെന്നു ധരിക്ക നീ. അന്യരെല്ലാം ഭിന്ന കർമ്മങ്ങൾ ചെയ്തന്വഹം സംസാരസിദ്ധവും വലയുന്നു. കർമ്മത്തിനൊത്തവണ്ണം ഭവിപ്പിക്കുന്നു നിർമ്മലനാകിയ വിഷ്ണുനാരായണൻ. പൂർണ്ണകാമൻ ഹരിവൈഷമ്യനല്ലഹോ. നിർണയം കാരുണ്യമില്ലായ്കയുമില്ല. സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ സമം തന്നെ തുഷ്ട്യാ ധരിക്ക നീ സാദൃശ്യഭാഷിതം. വിത്തൊരുപോലെ നനച്ചു വിതയ്ക്കയും നിത്യമൊരുപോലെ തന്നെയെന്നാകിലും ഭേദവും കൂടാതെ സൂക്ഷിച്ചിരിക്കലും ഭേദമത്യന്തമുണ്ടാം തൽഫലത്തിനാൽ. എന്നതുപോലെ ജനത്തിൻ്റെ വാസന തന്നെ ബഹുവിധം കാണുന്നു നിർണയം. വേടനതു കേട്ടു ചോദിച്ചു തൽക്ഷണേ, മൂഢനാകുന്ന ഞാനൊന്നു ചോദിക്കുന്നേൻ. പൂർണ്ണയോഗേന നിൽക്കുന്ന ജീവങ്ങൾക്ക് ദണ്ഡം വിനാ മുക്തിയെന്നു സിദ്ധിക്കുന്നു. സ്വർഗസ്ഥിതി ലയധർമ്മഭേദങ്ങളും കേൾക്കണമെന്നതു കേട്ടു മുനീന്ദ്രനും. ഏവം ചതുര്യുഗമായിരം ബ്രഹ്മനാം ദേവനൊരു പകലത്ര കാലം നിശി. അക്കണക്കെ 15 ദിനം പക്ഷമോർക്കപക്ഷം 2 കൂടിയാൽ മാസമാം. മാസമേ 2 കൂടുമ്പോൾ അതു ചൊന്ന മാസമാറായനമാകുന്നതും. 2 അയനമൊരു വത്സരം ബ്രഹ്മനു കണ്ടുകൊള്ളുകെ 20 വയസ്സാകുമ്പോൾ. ബ്രഹ്മപ്രളയം അവിടെയതിൻ മുമ്പേ നിർമ്മല കേൾക്ക നീ 2 വിധമുണ്ടു. ധാതുർമുഹൂർത്തം മനുപ്രളയം പിന്നെ ഏതൽ 14 മന്വന്തരേ യഥാം. ദൈനേന്ദ്രമാകും പ്രളയമെന്നാൽ സഖേ
മൂന്നു ലോകം ലയിക്കുന്നു മന്വന്തരെ. ചേതനനാശനമില്ല ലോകത്തിനെന്നേകേന പൂർണ്ണമായിടുമഖിലവും. മന്വന്തരാന്തര ചേതനരൂപികൾ പിന്നെയുമുണ്ടായി വരുമെന്നു ധരിക്ക നീ. മന്വന്തരെ സത്യലോകമൊഴിഞ്ഞു മറ്റന്യലോകങ്ങളും അന്യജനങ്ങളും കേചിൽ സുരന്മാർ ചില മുനീശ്വരന്മാരും ശേഷിച്ചവർ സത്യലോകേ വസിച്ചിടും. ബ്രഹ്മനെ പോലെ വരും സുഷുപ്തിങ്കൽ നിർമ്മലന്മാർ ലയിക്കുന്നു മഹാമതേ. ദിവ്യമാം രാത്രി കഴിഞ്ഞാൽ ചതുർമുഖൻ സർവജീവങ്ങളെ സൃഷ്ടി ചെയ്തിടുന്നു. നരപിതൃ ധർമ്മവർണ്ണാദികൾ വെവ്വേറെ സർവദാ സർവവും കൽപ്പിച്ചു. പിന്നെ ദശാവതാരങ്ങളും അന്നന്നു നിർണയമുണ്ടെന്നറിക മഹാമതേ. ശിഷ്ടദേവന്മാർ മുനീന്ദ്രരുമക്ഷയെ നിഷ്ഠാസമേതം വരുന്നു കേൾമോക്ഷവും. സത്യലോകസ്ഥിതരായ ജനം പുനരുദ്രാശികന്മാർ പിറക്കുന്നു പിന്നെയും. തത്തൽ ഗോത്രേ നിജമാനസമേതരായി തൽക്കർമ്മരതന്മാരായ തഥാ ദൈതേയ സംയുഗാന്തേ കലിയോടൊത്തു യാതരായിടും നിരയാതമസ്സമ. സൃഷ്ടിയും മോക്ഷഭേദങ്ങളും ചൊല്ലുവാൻ കേട്ടുകൊണ്ടാലും തെളിഞ്ഞു മഹാമതേ. ലക്ഷ്മീപതിക്കു നിമേഷമല്ലോ വിധി പ്രക്ഷയം പിന്നെ നിശാന്തമുന്മേഷവും. അങ്ങനെയുള്ളൊരു രാത്രി പോകും വിധോ മംഗലദേവതാ വല്ലഭൻ മെല്ലവേ. തന്നുദരത്തിൽ കിടക്കുന്ന ജീവങ്ങൾ തന്നെ കൃപയോടും കണ്ടു ജനാർദ്ദനൻ. സംഖ്യയില്ലാതൊരു ലിംഗം ശരീരികൾ സംഘസ്മൃതിസ്ഥരായി സുപ്തരായിങ്ങനെ. പൂർവകൽപ്പേ ലിംഗഭംഗരായി ഭക്തരായി ജീവസംഘം ജീവൻ മുക്തരായി സാദരം. മുക്തി പരംഗമിയാതെ മഹാധ്യാന സംസ്ഥരായി നിൽക്കുന്നതും കണ്ടു മാധവൻ. നാമരൂപങ്ങൾ നാലായി ചമഞ്ഞവനുടെ നാമങ്ങൾ നാലും ധരിക്കെടോ മുമ്പിനാൽ. ബ്രഹ്മാദിയായുള്ള സർവഭക്തന്മാർക്കു നിർമ്മലമായുള്ള സായുജ്യവും പിന്നെ സാരൂപ്യ സാമീപ്യ സാലോക്യവും പിന്നെ സാരസാക്ഷൻ വാസുദേവൻ കൊടുക്കുന്നു. സർവരക്ഷകൂമനിരുദ്ധമൂർത്തിമായി സർവദാ സർവേശ്വരനെന്നറികടോ. പ്രദ്യുമ്നമൂർത്തിയാൽ സൃഷ്ടി സർവം തഥാ വിദ്ധി സംഘർഷൻ സംഹാരകാരണൻ. ഇത്തം ചതുർവ്യൂഹനായി പൂർണ്ണരൂപനായി നിത്യനാകും കരുണാകരനച്യുതൻ. ഭിന്ന കർമാംശരാം ലോകരെ നിർമ്മിച്ച പൂർണ്ണകാമൻ നിജകാമസമേതനായി സംഹരിക്കുന്നു സംഘർഷണമൂർത്തിയാൽ. സംഹരിക്കേണമേ കന്മഷൗഖം മമ. വ്യാധനതു കേട്ടു മാമുനി തന്നോടു ജാതമോദേന ചോദിച്ചാനനാകുലം. യാതൊരു ധർമ്മം മുകുന്ദപ്രിയമെന്നും യാതൊന്നിനാൽ പ്രസാദിക്കും മധുരിപു. കേൾക്കണമെന്നതു കേട്ടു ശങ്കൻ തഥാ കേൾക്ക നീ ആത്മശുദ്ധി മുന്നിൽ വേണ്ടതും. സാധുജനത്തിനുപകാരകർമ്മവും സാത്വികധർമ്മമിവ രണ്ടുമോർക്ക നീ. ചൊൽക്കൊണ്ടു വേദശാസ്ത്രോക്ത കർമാദികൾ നിഷ്കാമനായി എന്ന ചെയ്യുക വേണം സദാ. യാതൊന്നു ലോകവിരുദ്ധമായിടിലും സാദരം സാത്വികം ധർമ്മമോർത്തിടു നീ. സർവധർമ്മങ്ങളും സർവകർമ്മങ്ങളും സർവദാ വിഷ്ണു സമർപ്പിച്ചുകൊള്ളുക നീ. എന്നാൽ അതൊക്കെയും സാത്വികമാകുന്നു പിന്നെ സകല കാമ്യാർത്ഥമായി മാനുഷൻ. ഓരോരോ ദേവതമാരെ ഭജിച്ചുകൊണ്ടോരോ സുഖദുഃഖ ജന്മജരാദിയാൽ ഭൂമൗ നരകസ്വർഗങ്ങളിലിങ്ങനെ കാമിച്ചുടലുന്നു രാജസധർമ്മേണ. രക്ഷോപിശാച ദൈത്യപ്രേതജംഭകയാക്ഷാദിയായി ജനിച്ചാശു നിഷ്ഠൂരരായി ഭ്രാമ്യ വിദ്വേഷ ഹിംസാദി ചെയ്തിടുന്നു താമസമായ ഗുണത്താലറികടോ. എന്നതു മൂലമിസ്വാത്വികധർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്ക നിഷ്കാമനായി ഭവാൻ. നിത്യം മുകുന്ദനെ ധ്യാനിച്ചു നാമസങ്കീർത്തനമാവോളവും ചെയ്തുകൊണ്ടാകിൽ ശാസ്ത്രവിശ്വാസവും സർവഭൂതങ്ങളിൽ ചിത്തേ കൃപയുമുണ്ടായി വരും അന്നേരം. സാധുജനത്തിലും തദ്ഗുരുതങ്കലും ബോധേന ചെയ്വാൻ കഴിവരും നിർണയം. ഭക്തർക്കനാരദൻ സമ്മതനായി വരും മുക്തിയും സാധിക്കുമെന്നാൽ വിരവോടും. ഭക്തിയില്ലാത്തവർക്കെല്ലാം വൃഥാ വേദശാസ്ത്രോക്ത ധർമ്മകർമ്മങ്ങൾ തീർത്ഥങ്ങളും. ഷണ്ഡനായാൽ ബഹുസ്ത്രീകളാൽ കിംഫലം നിർണയഭക്തിവിഹീനനു സർവവും. സാധുജനങ്ങളെ കണ്ടാലതു നേരം സജ്ജനചിത്തം ഭ്രമിക്കുമറിക. ചന്ദ്രിക കണ്ടൊരു ചന്ദ്രകാന്തം യഥാ പുണ്യശാസ്ത്രവശാലൊരു നാളിൽ ബലാൽ
നിത്യവിഷയവിരക്തയായുള്ളൊരു സത്തുക്കൾക്കുള്ളിലകന്മഷമാണ്ടുള്ള രാജീവലോചനനായ നാരായണൻ വ്യാജമൊഴിഞ്ഞു നിന്നിടുമനാരദം. പത്മബന്ധുപ്രഭാസങ്കാൽഭവിച്ചൊരു പത്മരാഗം പോലെ കാൺക മഹാമതേ. നിഷ്കാമകരാം ജനങ്ങളാൽ ശ്രദ്ധയാ ഭക്ത്യാ സഹോപാസിത കർമ്മമൊക്കെയും സർവധർമാമിഹ സൂത്രഫലങ്ങളും സർവദുഃഖാഘനാശങ്ങളും സൂക്ഷ്മമായി കണ്ടു മഹാജനം കൊണ്ടാടി നിൽക്കുന്നു. കൊണ്ടൽ നേർവർണ്ണൻ തനിക്കേറ്റവും പ്രിയം. ഇഷ്ടമാം വൈശാഖധർമ്മം വഴിപോലെ തുഷ്ട്യാ സമസ്തവും ചെയ്ത മഹാമതേ. പ്രത്യുഷസ്യുത്ഥാനം അമ്പോടു ചെയ്തുടൻ സ്നാനവും തർപ്പണം മാധവ പൂജയും ധ്യാനമാഹാത്മ്യം അമ്പോടു കേൾക്കയും ചെയ്താൽ ഭഗവാൻ പ്രസാദിക്കുമേറ്റവും. ചെയ്യരുതാത്തതും കേട്ടു ധരിക്ക നീ. നിന്ദ്യമാമുള്ളി മുരിങ്ങ കോശാതകി പിന്നെ മരാളം തിലപിഷ്ടകം തഥാ വിസ്സടയാദികലിംഗം പുനരവി കൗസ്തുഭം മൂലകമാരനാളം പിന്നെ ശിഗ്രൂകപോതികവും തണ്ടുലീകകം കൊദ്രതവം നല്ല കാണികാലിംഗവും കേൾക്ക നിഷ്പാന്തകലസ്ഥം മയൂരവും ശ്ലേഷ്മാതകീ ഫലമൗദുംബരീഫലം മാധവമാസി ഭക്ഷിക്കരുതീവിധം ബോധിച്ചു ഭക്ത്യാ ഭജിക്ക മഹാമതേ. ദക്ഷിണയും ചെയ്തു മോദമോടെ ശുക്ലപക്ഷേ മഹാദ്വാദശി ദിനെ ദധ്യന്നം തോയകുംഭം പൂഗനാഗബല്ലീതലം സൂര്യാത്മജമോർത്തു ദാനവും ചെയ്ക നീ. ധർമ്മരാജായ തേ പ്രീണാതുമേയമ നിർമ്മലായ പ്രഭോ പ്രീതനാകേണമേ. ഇത്തമവസവ്യമുച്ചായ നാമവും ശ്രോത്രേ പിതുസ്മൃതദാനവും ചെയ്തുടൻ പിന്നെ പിതൃണാങ്കുരൂണവും മുകുന്ദനും ധന്യകേൾ ദാനാദി ചെയ്ക യഥാസുഖം. കാംസ്യപത്രാന്നദാനം ഹരിക്കുത്തമം ഹാസ്യമാക്കിയിടൊല വിപ്രനല്ലോ ഹരി. വിഷ്ണുവേ തുഭ്യം ദദാമി സമസ്തവും വിഷ്ണുലോകേ പ്രജിഗീഷയാ സന്തതം. ഇത്തമർത്ഥിച്ചു പശുദാനമുത്തമം ശക്തിക്കു തക്കവാർ എന്നാലതിപ്രിയം. ഡംബാദിദോഷങ്ങൾ കൂടാതെ ചെയ്താകിൽ സ്വർഭാനുമണ്ഡലം നീത്വാ സഗച്ഛതി. മാധവൻ മാഹാത്മ്യമേവും ഉര ചെയ്തു വ്യാധനോടും തത്ര നിൽക്കും ദശാന്തരേ. അന്തികെ നിൽക്കുന്ന പേരാൽ മഹാദ്രുമം ഹന്തഭൂമൗ പതിച്ചിടിനാൻ തൽക്ഷണം. തദ്വൃക്ഷാകോടരെ നിന്നൊരു സർപ്പവും എത്രയും ഘോരശരീരനായി ഇങ്ങനെ കാളഭുജംഗം കണക്കെ ഭീതിപ്രദം വ്യാളം തകർന്നു തളർന്നു വിരവോടു ജഗ്മഗദേഹം ത്യജിച്ചുടനെ ദിവ്യവിഗ്രഹം പൂണ്ടു മുനിയെ വണങ്ങിനാൻ. ചൊന്നേനഹമിരുപത്തുരണ്ടധ്യായം ഇന്നും ധരിക്ക മഹാഭാഗ്യവാരിധേ. ചൊന്നേനഹമിരുപത്തുരണ്ടധ്യായം ഇന്നും ധരിക്ക മഹാഭാഗ്യവാരിധേ. ഇതി വൈശാഖമാഹാത്മ്യേ ദ്വാവിംശോऽധ്യായ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.